ഓം ശ്രീ ഗണപതയേ നമഃ. ശ്രീ സായിബാബയുടെ അനുഗ്രഹത്താൽ നമ്മൾ അധ്യായം 1 ആരംഭിക്കാൻ പോവുകയാണ്. ഗോതമ്പ് പൊടിച്ചതിൻ്റെ കഥയും അതിൻ്റെ ആന്തരിക പൊരുളും. വന്ദനം. പൗരാണികമായി അനുവർത്തിച്ചു വരുന്ന ഭക്ത്യാദരങ്ങളായ ആചാരങ്ങൾക്ക് അനുസൃതമായി ഹേമത് പന്ത് വിവിധ വന്ദനങ്ങളോടെ ശ്രീ സായി സച്ചരിത എന്ന കൃതി ആരംഭിക്കുന്നു. ആദ്യം എല്ലാ തടസ്സങ്ങളും നീക്കി ഈ കൃതി വിജയകരമാക്കാൻ ഗണപതിയെ വണങ്ങി പ്രാർത്ഥിക്കുകയും ശ്രീ സായി തന്നെയാണ് ഗണപതി എന്ന് പറയുകയും ചെയ്യുന്നു. തുടർന്ന് ഈ കൃതി എഴുതാൻ അദ്ദേഹത്തെ പ്രേരിപ്പിച്ച സരസ്വതി ദേവിക്ക് വന്ദനം നൽകുകയും ശ്രീ സായി ഈ ദേവിയിൽ തന്നെ നിലകൊള്ളുന്നതാണെന്ന് പറയുകയും അതോടൊപ്പം ശ്രീ സായി തൻ്റെ ജീവിതം സ്വയം ആലപിക്കുന്നതാണെന്നും പറയുന്നു. തുടർന്ന് സൃഷ്ടി സ്ഥിതി സംഹാരമൂർത്തികളായ ബ്രഹ്മ, വിഷ്ണു, മഹേശ്വരന്മാരെയും വന്ദിക്കുന്നു. ശ്രീ സായിനാഥനും അവരിൽ ഒരുവനാണെന്നും പറയുന്നു. മഹാഗുരുവായ ശ്രീ സായി സംസാരസാഗരം ത്രാണനം ചെയ്യുവാൻ നമ്മെ പ്രാപ്യമാക്കുകയും ചെയ്യുന്നു. അതിനുശേഷം പരശുരാമൻ കടലിൽ നിന്നും വീണ്ടെടുത്ത ഭൂമിയായ കൊങ്കണ ദേശത്തിൽ അവതരിച്ച് അദ്ദേഹത്തെ കാത്തു രക്ഷിക്കുന്ന അവരുടെ കുലദേവതയായ നാരായണ ആദിനാഥനെയും കുടുംബത്തിലെ ആദിപുരുഷനെയും വന്ദിക്കുന്നു. തുടർന്ന് അദ്ദേഹത്തിൻ്റെ ഗോത്രത്തിൽ ജനിച്ച പൂർവികനായ ഭരദ്വാജ മുനി, കൂടാതെ യജ്ഞവൽക്യൻ, ഭൃഗു, പരാശരൻ, നാരദൻ, വേദവ്യാസൻ, സനകൻ, സനന്ദനൻ, സനത്കുമാരൻ, ശുകൻ, ശൗനകൻ, വിശ്വാമിത്രൻ, വസിഷ്ഠൻ, വാൽമീകി, വാമദേവൻ, ജൈമിനി, വൈശമ്പായൻ, നവയോഗീന്ദ്രൻ തുടങ്ങിയ ഋഷിമാരെയും നിവൃത്തി, ജ്ഞാനദേവ്, സോപൻ, മുക്താബായ്, ജനാർദ്ദനൻ, ഏകനാഥ്, നാമദേവൻ, തുക്കാറാം, കൻഹ, നരഹരി തുടങ്ങിയ അഭിനവ മഹർഷിമാരെയും വന്ദിക്കുന്നു. തുടർന്ന് അദ്ദേഹത്തിൻ്റെ മുത്തശ്ശൻ സദാശിവനും അച്ഛൻ രഘുനാഥനും ശൈശവാവസ്ഥയിൽ തന്നെ വിട്ടുപോയ അമ്മയ്ക്കും അദ്ദേഹത്തെ വളർത്തിയ പൃഥു സഹോദരിക്കും സ്നേഹനിധിയായ ജ്യേഷ്ഠനും വന്ദനമർപ്പിക്കുന്നു. തുടർന്ന് വായനക്കാർക്കും ഉപചാരങ്ങൾ അർപ്പിക്കുകയും അവരുടെ അവിഭാജ്യമായ ശ്രദ്ധ അദ്ദേഹത്തിൻ്റെ സൃഷ്ടിയിൽ നൽകണമെന്ന് പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. അവസാനമായി ബ്രഹ്മം യാഥാർത്ഥ്യവും ലോകമൊരു മിഥ്യയുമാണെന്ന് അദ്ദേഹത്തെ ബോധ്യപ്പെടുത്തിയ തൻ്റെ ഏക ആശ്രയവും ശ്രീ ദത്താത്രേയൻ്റെ അവതാരവുമായ അദ്ദേഹത്തിൻ്റെ ഗുരു ശ്രീ സായിനാഥനെയും വന്ദിക്കുന്നു. അതോടൊപ്പം ഈശ്വരൻ വസിക്കുന്ന സമസ്ത ജീവജാലങ്ങൾക്കും വന്ദനമർപ്പിക്കുന്നു. പരാശരൻ, വ്യാസൻ, ശാണ്ഡില്യൻ തുടങ്ങിയവരുടെ വിവിധങ്ങളായ ഭക്തിമാർഗ സമ്പ്രദായങ്ങൾ സംക്ഷിപ്തമായി വിവരിച്ച ശേഷം ഗ്രന്ഥകർത്താവ് ഇനി പറയുന്ന കഥ വിവരിക്കുന്നു. ഗോതമ്പ് പൊടിച്ച കഥ. AD 1910 ശേഷം ഒരു സുപ്രഭാതത്തിൽ ശ്രീ സായിബാബയുടെ ദർശനത്തിനായി ഷിർദയിലെ മസ്ജിദിൽ ഞാൻ പോയിരുന്നു. അവിടെ വെച്ച് താഴെ വിവരിക്കുന്ന പ്രതിഭാസം കണ്ട് ഞാൻ അത്ഭുതപരവശനായി. വായും മുഖവും കഴുകിയ ശേഷം ശ്രീ സായിബാബ ഗോതമ്പ് പൊടിക്കാനുള്ള ഒരുക്കങ്ങൾ തുടങ്ങി. അദ്ദേഹം ഒരു ചാക്ക് തറയിൽ വിരിച്ച് അതിനുമേൽ ഗോതമ്പ് കുത്തുന്നതിനായി ഒരു തിരികല്ല് വച്ചു. അദ്ദേഹം ഒരു മുറത്തിലേക്ക് കുറച്ച് ഗോതമ്പ് എടുത്തു പാറ്റിയ ശേഷം തൻ്റെ കഫ്നി എന്ന കുപ്പായത്തിൻ്റെ കൈകൾ ഉയർത്തി തുടർന്ന് തിരിക്കല്ലിലേക്ക് ഒരു പിടി ഗോതമ്പിട്ട് തിരിക്കല്ലിൻ്റെ പിടിയിൽ പിടിച്ച് ഗോതമ്പ് പൊടിക്കാൻ തുടങ്ങി. ഞാൻ ചിന്തിച്ചു, ഒന്നും കൈവശം വയ്ക്കാതെയും ഒന്നും സംഭരിക്കാതെയും ഭിക്ഷ കഴിച്ച് ജീവിക്കുന്ന ബാബ ഗോതമ്പ് പൊടിക്കുന്നത് എന്തിനായിരിക്കും? അവിടെ വന്ന ചിലരും അങ്ങനെ തന്നെ ചിന്തിച്ചു. എന്നാൽ ബാബ എന്താണ് ചെയ്യുന്നതെന്ന് ചോദിക്കാൻ ആർക്കും ധൈര്യമുണ്ടായില്ല. ബാബ ഗോതമ്പ് പൊടിക്കുന്നു എന്നത് ഗ്രാമത്തിൽ പെട്ടെന്ന് തന്നെ വാർത്തയായി. ഉടനടിയായി ബാബയുടെ ഈ പ്രവൃത്തി കാണാൻ സ്ത്രീകളും പുരുഷന്മാരും അവിടേക്ക് കൂട്ടമായി ഒഴുകിയെത്തി. ആ ആൾക്കൂട്ടത്തിൽ നിന്ന് 4 ധൈര്യശാലികളായ സ്ത്രീകൾ സധൈര്യം മുന്നോട്ട് വന്ന് ബാബയിൽ നിന്നും ബലമായി തിരിക്കല്ലിൻ്റെ പിടി കൈക്കലാക്കുകയും ബാബയുടെ ലീലകൾ പാടിക്കൊണ്ട് ഗോതമ്പ് പൊടിക്കുവാനും തുടങ്ങി. ആദ്യം ബാബ കോപാകുലനായെങ്കിലും സ്ത്രീകളുടെ സ്നേഹവും ഭക്തിയും കണ്ട് അദ്ദേഹം വളരെ സന്തുഷ്ടനാവുകയും പുഞ്ചിരിക്കുവാനും തുടങ്ങി. ബാബയ്ക്ക് വീടോ സ്വത്തോ കുട്ടികളോ പരിപാലിക്കുവാനോ ആരും ഇല്ലാത്തതിനാലും ഭിക്ഷയിൽ ജീവിച്ചിരിക്കുന്നതിനാലും അപ്പമോ റൊട്ടിയോ ഉണ്ടാക്കുവാൻ ഗോതമ്പ് മാവ് ആവശ്യം വരില്ലെന്നതും ഇത്ര വലിയ അളവിലുള്ള മാവ് അദ്ദേഹം എന്ത് ചെയ്യും എന്നതും ഗോതമ്പ് പൊടിക്കുന്നതിനിടയിൽ അവർ ചിന്തിച്ചു തുടങ്ങി. ഒരുപക്ഷെ ബാബ വളരെ ദയാലുവായതിനാൽ ഈ മാവ് തങ്ങൾക്കിടയിൽ വിതരണം ചെയ്യും എന്നവർ വിചാരിച്ചു.
പാടിക്കൊണ്ടിരിക്കുന്നതിനിടയിൽ ഇത്യാദി കാര്യങ്ങൾ ചിന്തിച്ച് ഗോതമ്പ് പൊടിക്കൽ പ്രക്രിയ അവസാനിപ്പിച്ച് തിരിക്കൽ മാറ്റിവച്ച ശേഷം അവർ മാവ് നാലായി പകുത്ത് എടുത്തു കൊണ്ടുപോകാനൊരുങ്ങി. അതുവരെ ശാന്തനും നിശബ്ദനുമായിരുന്ന ബാബ അത്യന്തം കോപിഷ്ഠനാവുകയും അവരോട് ഇപ്രകാരം ആക്രോശിക്കുവാനും തുടങ്ങി. സ്ത്രീകളെ, നിങ്ങൾക്ക് ഭ്രാന്ത് പിടിച്ചോ? ആരുടെ പൈതൃക സ്വത്താണ് നിങ്ങൾ അപഹരിക്കുന്നത്? നിങ്ങൾ അധികാരപൂർവ്വം മാവ് എടുക്കാൻ ഞാൻ നിങ്ങളിൽ നിന്ന് ഗോതമ്പ് കടം വാങ്ങിയിട്ടുണ്ടോ? ഇപ്പോൾ ദയവായി ഈ മാവെടുത്ത് ഗ്രാമത്തിൻ്റെ അതിർത്തിയിൽ വിതറുക. ഇത് കേട്ടപ്പോൾ സ്ത്രീകൾക്ക് ലജ്ജ തോന്നുകയും പരസ്പരം കുശുകുശുത്തുകൊണ്ട് ഗ്രാമത്തിൻ്റെ പ്രാന്തപ്രദേശത്ത് പോയി ബാബയുടെ നിർദ്ദേശം പോലെ ആ മാവ് മുഴുവൻ വിതറുകയും ചെയ്തു. ബാബ എന്താണ് ഈ ചെയ്തത് എന്ന് ഞാൻ ഷിർദിയിലെ ജനങ്ങളോട് ചോദിച്ചു. ഗ്രാമത്തിൽ കോളറ പകർച്ചവ്യാധി പടരുമ്പോൾ ബാബയുടെ പ്രതിവിധിയാണതെന്ന് അവർ മറുപടി നൽകി. പൊടിച്ചത് ഗോതമ്പല്ല, മറിച്ച് കോളറയെ തന്നെ പൊടിച്ച് ഗ്രാമത്തിൽ നിന്ന് പുറത്താക്കിയതാണെന്ന് ഇതെന്നും അറിയിച്ചു. ആ സമയം മുതൽ തന്നെ കോളറ പകർച്ചവ്യാധി ശമിക്കുകയും ആ ഗ്രാമത്തിലെ ജനങ്ങൾ സന്തുഷ്ടരാവുകയും ചെയ്തു. ഇതെല്ലാം അറിഞ്ഞതിൽ ഞാൻ ഏറെ സന്തുഷ്ടനായിരുന്നു. എന്നിരുന്നാലും എന്നിലെ ജിജ്ഞാസയും ഉണർന്നു. ഞാൻ എന്നോട് തന്നെ ചോദിക്കുവാൻ തുടങ്ങി, ഗോതമ്പ് മാവും കോളറയും തമ്മിൽ പ്രാപഞ്ചികമായ എന്ത് ബന്ധമാണുള്ളത്? ഇവ തമ്മിൽ അവിചാരിതമായ ബന്ധം എന്തായിരിക്കും? ഇവയെ എങ്ങനെ ഐക്യപ്പെടും? ഈ സംഭവം വിവരണാതീതമാണെന്ന് തോന്നി. ഇതിനെ സംബന്ധിച്ച് എന്തെങ്കിലും എഴുതണമെന്നും ബാബയുടെ മധുരതരമായ ലീലകൾ ഹൃദയം നിറഞ്ഞ് പാടണമെന്നും എനിക്ക് തോന്നി. ഈ ലീലയെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ തന്നെ എൻ്റെ ഹൃദയം സന്തോഷത്താൽ നിറയുകയും അപ്രകാരം ഞാൻ ബാബയുടെ ജീവിതം സച്ചരിതം എഴുതുവാൻ പ്രചോദനാവുകയും ചെയ്തു. ഇനി നമുക്കേവർക്കും അറിയാവുന്നതുപോലെ ബാബയുടെ കൃപയോടും അനുഗ്രഹത്തോടും കൂടി ഈ കൃതി സമംഗളം പൂർത്തിയാക്കുകയും ചെയ്തു. പൊടിക്കുന്നതിൻ്റെ തത്വജ്ഞാനപരമായ പൊരുൾ. ഗോതമ്പ് പൊടിക്കുന്ന ഈ സംഭവത്തിന് ഷിർദിയിലെ ജനങ്ങൾ നൽകിയ അർത്ഥത്തിന് പുറമെ ഒരു താത്വികമായ അർത്ഥതലം കൂടി ഉണ്ടെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. ഏകദേശം 60 വർഷത്തോളം ഷിർദിയിൽ വസിച്ചിരുന്ന ശ്രീ സായിബാബ പ്രതിദിനവും പൊടിക്കുന്ന ജോലി ചെയ്തു വന്നിരുന്നു. എന്നാൽ അദ്ദേഹം പൊടിച്ചിരുന്നത് ഗോതമ്പ് മാത്രമല്ല, തൻ്റെ അസംഖ്യം ഭക്തരുടെ ദുരിതങ്ങളും പാപങ്ങളും മാനസികവും ശാരീരികവുമായ ക്ലേശങ്ങളും കൂടിയായിരുന്നു. അദ്ദേഹത്തിൻ്റെ ആ തിരിക്കലിൻ്റെ 2 കല്ലുകൾ കർമ്മവും ഭക്തിയും അടങ്ങുന്നതായിരുന്നു. അതിൽ താഴെയുള്ള കല്ല് കർമ്മവും മുകളിലുള്ളത് ഭക്തിയുമായിരുന്നു. ബാബ തിരിക്കുവാൻ ഉപയോഗിക്കുന്ന തിരിക്കലിൻ്റെ കൈപ്പിടി ജ്ഞാനമായിരുന്നു. നമ്മുടെ എല്ലാ പ്രേരണകളും ആഗ്രഹങ്ങളും പാപങ്ങളും സത്വരജ തമസ് എന്നീ ത്രിഗുണങ്ങളും അതോടൊപ്പം ദുർഗ്രഹമായതും ഒഴിവാക്കുവാൻ ബുദ്ധിമുട്ടുള്ളതുമായ അഹങ്കാരത്തെയും മുൻകൂറായി ശമിപ്പിക്കാതെ അറിവോ സാക്ഷാത്കാരമോ സാധ്യമല്ല എന്ന ദൃഢബോധ്യം ബാബയ്ക്ക് ഉണ്ടായിരുന്നതായി മനസ്സിലാക്കാം. ഈ സംഭവം കബീറും തൻ്റെ ഗുരു നിപതി രഞ്ജനുമായി ബന്ധപ്പെട്ട സമാനമായ ഒരു കഥ എന്നെ ഓർമ്മിപ്പിക്കുന്നു. ഒരു സ്ത്രീ ചോളം പൊടിക്കുന്നത് കണ്ട കബീർ തൻ്റെ ഗുരുവിനോട് ഇപ്രകാരം പറഞ്ഞു, ആ തിരികലിലെ ചോളം പോലെ ഈ ലൗകിക ജീവിത ചക്രത്തിൽ ചതഞ്ഞരഞ്ഞതിൻ്റെ വേദന അനുഭവിച്ചാണ് ഞാൻ കരയുന്നത്. ഗുരു നിപതി രഞ്ജന മറുപടി പറഞ്ഞു, ഭയക്കേണ്ടതില്ല. ഞാൻ ചെയ്യുന്നത് പോലെ ഈ തിരികൽപ്പിടിയാകുന്ന അറിവിനെ മുറുകെ പിടിക്കുക. ഇതിൽ നിന്ന് ദൂരെ സഞ്ചരിക്കാതെ നിന്റെ ഉള്ളിലേക്ക് തിരിയുക. നീ രക്ഷപ്പെടുമെന്ന് ഉറപ്പാണ്. ശ്രീ സായിനാഥനെ വണങ്ങുന്നു. മംഗളം ഭവിക്കട്ടെ. ഓം സായിറാം.